ഹലോ, നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇതുണ്ടല്ലോ എൻ്റെ വീട്ടിൽ, അതായത് മുണ്ടൂര് പോയപ്പോഴത്തൊരു വീഡിയോ ആണേ. ഉച്ചയോർക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് വരുമ്പോഴത്തേനും ചെറുതായിട്ടൊരു മഴ ഉണ്ടായിരുന്നു. അത് പോയപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് പെയ്യുന്നതിന് മുമ്പേ ജസ്റ്റ് മുറ്റമൊക്കെ ഒന്ന് അടിച്ചെടുക്കാന്ന് വിചാരിച്ചിട്ട് ആദ്യം അത് ചെയ്യാനായിട്ടാണ് നിന്നത്. ഇലകളൊന്നും കാര്യമായിട്ട് വീഴാനില്ല എന്നുണ്ടെങ്കിലും മക്കളുണ്ടല്ലോ, അവരുടെ കളി ഇവിടെ എത്തിയാൽ ഫുൾ മുറ്റത്ത് തന്നെയാണ്. അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ മുറ്റത്ത് നിറച്ചിട്ട് വെച്ചിട്ടുണ്ടാവും. വേനലവധി എന്നല്ല, 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ലീവ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ മിക്കപ്പോഴും ഞാനും അനിയത്തിയും ഒരുമിച്ച് തന്നെയാണ് വരാൻ ശ്രമിക്കാറുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഒരുമിച്ച് കൂടാലോ. നമ്മളെക്കാൾ അതിലൊക്കെ സന്തോഷം കൂടുതലുള്ളത് മക്കൾക്ക് തന്നെയാണ് കേട്ടോ. ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് 2 ആഴ്ചയിൽ കൂടുതലായിണ്ടേ. ഇതിപ്പോ അവിടെ എത്തിയ സമയത്ത്, അതായത് 1-2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. പോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് വൈകി. ഇവിടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ചധികം വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. വരും ദിവസങ്ങളിൽ ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. 1-2 ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത സമയത്ത് ഇവിടുത്തെ വീട്ടിന്റെയും അനിയത്തിന്റെയും കുട്ടികളുടെയും ഒക്കെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ലോങ് വീഡിയോസ് ഒക്കെ ഇടണേന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ചധികം കമന്റ്സ് ഒക്കെ വന്നിരുന്നേ. അതുകൊണ്ട് തന്നെ പറ്റുന്ന രീതിക്ക് വീഡിയോസ് ഒക്കെ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. മോനും ഫ്രണ്ട്സോടെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചെറുതായിട്ട് മഴ പെയ്തു എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ പിന്നെ അവരിതാ കളി നിർത്തിയിട്ട് തിണ്ണയിൽ ഇരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അനിയത്തിയും കുട്ടികളും കൂടെ അവിടെ ഇരുന്ന് എന്തൊക്കെയോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മയാണെന്നുണ്ടെങ്കിൽ ചായ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ മക്കളും ഉച്ചവർക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നതാണ്. എല്ലാവരും ഇപ്പം ആ തിണ്ണയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചായക്കായിട്ടാണ് കേട്ടോ. ചായക്ക് കഴിക്കാനായിട്ട് ഇന്നിപ്പെടുത്തി ഈ ചക്ക ചിപ്സ് ഉണ്ടല്ലോ, നമ്മളിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണേ. നമ്മളിപ്പോൾ ഈ ചക്ക പറിച്ചെടുക്കുന്ന പ്ലാവിൽ ചക്കയായി തുടങ്ങിയപ്പോൾ മുതൽ ഈ വെക്കേഷൻ സമയത്ത്, നമ്മൾ ഈ വേനലവധിക്ക് വരുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ചക്ക ചിപ്സ് ഉണ്ടാക്കൽ ഇപ്പോൾ പതിവായിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം ഉണ്ടാക്കി വെക്കും. ഇവിടെ ഇരിക്കുന്ന ദിവസങ്ങളിലൊക്കെ മക്കൾക്ക് കഴിക്കുകയും ചെയ്യാം. ബാക്കി നമ്മൾ പോകുന്ന ദിവസത്തിന് 1-2 ദിവസം മുമ്പ് വീണ്ടും ഒന്ന് ഉണ്ടാക്കി വെക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോകുമ്പോഴും കൊണ്ടുപോകാമല്ലോ. എല്ലാവരോടും ഒരുമിച്ചിരുന്ന ചക്കയൊക്കെ വൃത്തിയാക്കി എടുത്ത് മുറിച്ച് ഇതൊക്കെ ഉണ്ടാക്കലും ഒരു രസം തന്നെയാണല്ലോ, ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഞങ്ങൾ ചെയ്യാറുള്ളത്. അതിൻ്റെയും എല്ലാ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതുമെല്ലാം ഉൾപ്പെടുത്താട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ചായ കുടിയെന്ന് മാത്രമല്ല, ചില ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നത് പോലും ഈ തിണ്ണയിൽ ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ. അതും എങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയല്ലേ. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു ഓർമ്മ വന്നത്, അവല് നനച്ച് വെച്ചിരുന്നല്ലോ എന്ന്. ഞങ്ങളൊക്കെ ഉറങ്ങണ സമയത്തുണ്ടല്ലോ അമ്മ അവല് നനച്ച് വെച്ചിരുന്നതാണ്. പെട്ടെന്ന് അത് മറന്നുപോയിട്ടോ. പിന്നെ ഓർമ്മ വന്നപ്പോൾ അതുകൂടെ എടുത്തിട്ട് വന്നതാണ്. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴും തന്നെ നിന്ന മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. മഴ എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു ചാറ്റൽ മഴ. ഈ ചാറ്റൽ മഴയിൽ ആ തിണ്ണയിലിരുന്ന് ചായ കുടിക്കുമ്പോൾ കിട്ടാറുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. ആ ഒരു ഫീൽ കിട്ടാനായിട്ട് ഞങ്ങൾക്ക് ചായ കുടിക്കുന്ന സമയത്ത് മാത്രമായിട്ട് വന്ന മഴ എന്ന് വേണമെങ്കിൽ പറയാട്ടോ. ചായ കുടി കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞതും ആ മഴ അങ്ങോട്ട് പോയി. പിന്നെ ഞാനിപ്പോൾ പയർ പൊട്ടിക്കാനായിട്ട് ഇരുന്നതാണ്. എൻ്റെ കൂടെ സഹായിക്കാൻ എന്ന പേരിൽ മക്കളും കൂടിയുണ്ട്. സഹായിക്കുക എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. സത്യത്തിൽ അത് ഇരട്ടി പണിയാണ്. നീളത്തിൽ തന്നെ പൊട്ടിച്ചിടല, പിന്നെ അതിനെയൊക്കെ പെറുക്കി മാറ്റിയിട്ട് വീണ്ടും സെപ്പറേറ്റ് ചെറുതായിട്ട് പൊട്ടിച്ചെടുത്തു. പയർ പൊട്ടിച്ച് കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ ചെല്ലുമ്പോഴത്തേനും അനിയത്തി രസം ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. അവളുണ്ടല്ലോ ജീരകവും കുരുമുളകും അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ അമ്മിയിൽ അരച്ചിട്ടാണ് ഉണ്ടാക്കല്. ഇവിടെ അമ്മയും അതുപോലെ തന്നെയാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ ഈ പണിക്കൊന്നും നിൽക്കില്ല കേട്ടോ. എനിക്കിതിനൊക്കെ മടിയാണ്. ഞാൻ മിക്സിയിൽ തന്നെയാണ് അരച്ചെടുക്കാറുള്ളത്. ഇത് മാത്രമല്ല, ചിക്കൻ കറി, നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും അമ്മിയിൽ തന്നെയാണ് കേട്ടോ ഇവിടെ അരച്ചെടുക്കാറുള്ളത്. അങ്ങനെ ഉണ്ടാക്കാറുള്ള കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. പിന്നെ രണ്ടുപേരും കൂടെ അടുക്കളയിൽ നിന്ന് ഓരോ കഥയും പറഞ്ഞ് പയറുപ്പേരിയും രസമൊക്കെ റെഡിയാക്കാനായിട്ട് നിന്നേ. അടുക്കളയിൽ ബാക്കിൽ അയ കെട്ടിയിരിക്കണ കാണുന്നുണ്ടല്ലോ, തുണിയിടാനായിട്ട്. ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ അത്. ചെറുതായിട്ട് ഇങ്ങനെ മഴയൊക്കെ പെയ്യണോണ്ട് കുട്ടികളുടെ ഡ്രസ്സ് ഉണങ്ങി കിട്ടാൻ പണിയാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വരുന്ന സമയത്ത് അടുക്കളയിൽ ഇങ്ങനെ അയ കെട്ടലാണ് പതിവ്. ഞങ്ങൾ അടുക്കളയിൽ നിന്ന് പണി ചെയ്യണ സമയത്ത് പുറത്ത് അടിപൊളിയായിട്ട് മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കണ്ടായിരുന്നേ. ആ മഴ മുഴുവൻ നനഞ്ഞ് മക്കൾ മഴയെ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചെറുതായിട്ട് ചാറ്റിലേ ഉള്ളൂ എന്നുണ്ടെങ്കിലും നേരത്തെ പെയ്ത മഴ മുഴുവൻ നനഞ്ഞാണ് കേട്ടോ അവർ കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇതൊക്കെ ഒരു രസമല്ലേ, അതും വല്ലപ്പോഴും മാത്രമുള്ളതല്ലേ. മക്കൾക്ക് അത് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളും ചീത്ത പറയാനും മുടക്കാനൊന്നും പോയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവരത് മാക്സിമം എൻജോയ് ചെയ്തു. ചെറിയ ആൾ ഇനി അവരുടെ കൂട്ടത്തിൽ മഴയിൽ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് അവനെ മടിയിൽ വെച്ചുകൊണ്ടാണ് അമ്മ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ജലദോഷമോ പനി എങ്ങാനും വരണ്ടാന്ന് വിചാരിച്ചിട്ട്. ഇപ്പോഴൊക്കെ രാത്രി ചോറ് കഴിക്കൽ വളരെ കുറവാണല്ലോ. കുറവാണെന്നല്ല, ഇല്ലാന്ന് തന്നെ വേണമെങ്കിലും പറയാം. പക്ഷേങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ അമ്മയോട് പറയാറുണ്ട് ഇടയ്ക്കൊക്കെ രാത്രിയും ചോറ് മതിയെന്ന് കേട്ടോ. കാരണം എൻ്റെയും അനിയത്തിൻ്റെയും ഒക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് രാത്രി ചോറ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ തണുപ്പുള്ള മഴയൊക്കെയുള്ള രാത്രികളിൽ ഞങ്ങൾക്ക് ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഫുഡ് കോമ്പിനേഷൻ എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള ഒരെണ്ണമാണ് പയറുപ്പേരിയും രസവും ഒക്കെ. കൂട്ടത്തിൽ ഞങ്ങൾ കുറച്ച് പപ്പടവും വറുത്തു, മുട്ടയും കൂടെ വറുത്തെടുത്തു. പിന്നെ അമ്മ ഉണ്ടാക്കിയ കൊണ്ടാട്ടവും ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എല്ലാവരും കൂടെ താഴെ വട്ടത്തിലിരുന്ന് അതെല്ലാം വിളമ്പി ഒരുമിച്ചിരുന്ന് ഓരോ കഥയും പറഞ്ഞ് കഴിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. അതൊക്കെ എത്രത്തോളാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അപ്പോൾ ഞങ്ങളുടെ വൈകുന്നേരത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.